റോണിക്ക് ബേബി, ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിച്ച ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ജിൻഡോ ജോൺ അടക്കം അവിടെ അതിഥിയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ തൊട്ടുകൂടായ്മ വളരെ രഹസ്യമായി നടത്തിയിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ വളരെ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ കടന്നു ചെല്ലുകയാണ്. വളരെ ചുരുക്കി കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലെ, നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചു പോകുന്ന ഇപ്പോൾ മുഴുവൻ ഈ തീവ്രവാദത്തിന്റെ മുഴുവൻ ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന രീതിയിലുള്ള ഒരു നരേഷനാണല്ലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പഞ്ചാബിലെ തീവ്രവാദമൊക്കെ അടിച്ചമർത്തിയതും അതിനുവേണ്ടി ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ബിയാൻ സിംഗ് ഒക്കെ രക്തസാക്ഷികളായി മാറിയെന്ന് ചരിത്രമൊന്നും നമ്മൾ മറക്കരുത്. രാഷ്ട്രീയം പറയുകയാണെങ്കിൽ 1999 കന്ദഹാറും 2001 പാർലമെന്റ് ആക്രമണമൊക്കെ നടക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യ ഭരിച്ചത് എന്നുകൂടി ഒന്ന് ഓർക്കുക. പ്രിയങ്ക ഗാന്ധി അവിടെ മഞ്ഞുവാരി കളിച്ചു എന്ന് പറയുന്നു. ഇവിടെ ഡോക്ടർ BJP-യുടെ പ്രസിഡന്റ് ആയിരുന്ന മുരളി മനോഹർ ജോഷി അദ്ദേഹം ലാൽ ചൗക്കിൽ ദേശീയപതാക ഉയർത്തി. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി കോൺഗ്രസ് ആയിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത മുംബൈ ഭീകരോദാക്രമണം ഉണ്ടല്ലോ, അന്ന് അറ്റാക്ക് നടന്നപ്പോൾ അതിനുശേഷം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവ് അദ്വാനിയോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ചു പോകാം, ഒരേ വിമാനത്തിൽ നമുക്ക് ബോംബെയിൽ പോകാം, ബോംബെയിൽ പോയി ഇവിടെ ഭരണ പ്രതിപക്ഷ ഒറ്റക്കെട്ടാണ് നമുക്ക് ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്വാനി അതിനു മുന്നേ വിമാനം കയറി ബോംബെയിൽ ചെന്നു, ഗവൺമെന്റിനെ വിമർശിച്ചു. തൊട്ടു പിന്നാലെ നടന്ന ഡൽഹി ഇലക്ഷനിൽ BJP അടിമതറി പരാജയപ്പെട്ട് ദയനീയമായി പോയി എന്നൊരു ചിത്രം നമ്മൾ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഒറ്റ കാര്യമുള്ളൂ, ഇത് ആരുടെയും നേട്ടമോ കോട്ടമോ അല്ല. നമ്മൾ ഈ തീവ്രവാദം നേട്ടമോ എന്നത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് വളരെ കൃത്യമായി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അത് വളരെ കൃത്യമായി അന്ന് ട്രംപ് ഉറപ്പു നൽകി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യക്ക് കൈമാറും, അതിൽ നിബദ്ധമാണ് അമേരിക്ക എന്നുള്ള കാര്യം വളരെ കൃത്യമായി പറഞ്ഞു. ആ രാഷ്ട്രീയ ഇച്ഛാശക്തിയല്ലേ നമ്മളിപ്പോൾ ഭാരതത്തിൽ കാണുന്നത്. ശ്രീപത്മനാഭൻ, അല്ല അതെന്താ അറിയോ, ഞാനിപ്പം പറഞ്ഞില്ല, ആറ്റിറ്റ്യൂഡാണ്. അതായത് കാര്യങ്ങൾ തീരുമാനിക്കുക, അത് എന്ത് വില കൊടുത്തും നടപ്പിലാക്കുക. ഇപ്പൊ ഇവിടെ ഡോക്ടർ ഹാരിഫ് ഹുസൈൻ പറഞ്ഞു എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കാത്തത്, എന്താണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്ന ആളുകളെ നിരോധിക്കാത്തത്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നയം എന്താണ്? മുസ്ലിം ജനസാമാന്യത്തെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ അലിയനേറ്റ് ചെയ്യാതെ, അവരെ പാർശ്വവൽക്കരിക്കാതെ, അവരെ സർക്കാരിൽ നിന്നോ രാജ്യത്തു നിന്നോ അകറ്റാതെ തീവ്രവാദികളെ മാത്രം തെരഞ്ഞു പിടിച്ചു ഉന്മൂലനം ചെയ്തും ഇല്ലാതാക്കിയും രാജ്യത്തും പ്രദേശത്തും സമാധാനം കൊണ്ടുവരിക. അതാണ് കാശ്മീരിൽ വിജയിച്ച തന്ത്രം. കാശ്മീരിലെ സാധാരണ ജനവിഭാഗം ഇന്ത്യയിലേക്ക് കൂടുതൽ അടുത്തു. ഇത്തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ് 55 ആണ്. ചരിത്രത്തിൽ, അതായത് ഒരു 30 കൊല്ലത്തിന് ശേഷം 55% പോളിംഗ് നടന്നു. സിനിമാശാലകൾ കാശ്മീരിൽ തുറന്നു. കാശ്മീരിൽ സിനിമാശാലകൾ തുറന്നു, മദ്യശാലകൾ തുറന്നു. അവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് മദ്യം വേണം, അത് തുറന്നു. അപ്പൊ കാശ്മീരിൽ ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. കള്ളു കുടിക്കണ്ടോ കുടിച്ചാൽ പോരെ, അല്ലാത്ത കുടിക്കണ്ടല്ലോ. സിനിമയ്ക്ക് പോകണ്ടോ പോയാൽ പോരെ. അപ്പോ സാധാരണക്കാരായ ജനങ്ങളെ അകറ്റാതെ അവരെ ചേർത്ത് നിർത്തി അവർക്ക് വികസനം എത്തിച്ച്, അവർക്ക് നല്ല റോഡ്, അവർക്ക് നല്ല തൊഴിലവസരങ്ങൾ, അവർക്ക് ടൂറിസം സാധ്യതകൾ, വരുമാന സാധ്യതകൾ എത്തിക്കുന്നതോടൊപ്പം തീവ്രവാദികളെ തെരഞ്ഞു പിടിച്ചു ഇല്ലായ്മ ചെയ്യുക. അപ്പൊ അതാണ് തീവ്രവാദത്തിനെതിരാണ് BJP. പക്ഷേ സാമാന്യ മുസ്ലിം ജനവിഭാഗത്തിനെതിരല്ല. ഇതാണ് കാശ്മീരാണ് ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡബിൾ എഡ്ജ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ രണ്ട് എന്താ പറയാ, ഇരുതല മൂർച്ചയുള്ള വാളായിട്ട് പോകുന്നത് അതായത് ജമ്മു കാശ്മീരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാണ്, ജമ്മു ആൻഡ് കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ച സംഘടനയാണ്. അപ്പോ ഇതേ ജമാഅത്ത് ഇസ്ലാമിയും ഈ ബാക്കിയുള്ള ജമാഅത്ത് ഇസ്ലാമിയും ഒരേ സാധനമാണ്. അപ്പൊ അവിടെ നിരോധിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിരോധിക്കുന്നില്ല? ഈ സയ്യിദ് കുത്തുബിന്റെ ആശയം തന്നെയല്ലേ? അപ്പൊ സയ്യിദ് കുത്തുബ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സയ്യിദ് കുത്തുബിന്റെ ആശയവും പ്രശ്നമാണ്. പിന്നെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ആശയമാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ തീവ്രവാദികളെ കുറിച്ച്, തീവ്രവാദ സംഘടനയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഉടനെ അത് മുസ്ലിമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ തന്നെയാണ് ഇതിന് അബദ്ധം വരുന്നത്. നമ്മൾ മുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഈ സംഘടന തീവ്രവാദികൾ ഉണ്ടാക്കുന്ന സംഘടനയാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണ് ഈ നിരോധനത്തിലൂടെ ഉണ്ടാകുന്ന സന്ദേശം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഗവൺമെന്റ് ചെയ്തേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ വൈകും തോറും കൂടുതൽ മുസ്ലിങ്ങൾ ഇരകളാകും. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗവൺമെന്റ് ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. ആ ലക്ഷ്മണ രേഖ ലംഘിക്കുമ്പോഴാണ് ഗവൺമെന്റ് നടപടിയെടുക്കുക. അതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പൊ ലക്ഷ്മണ രേഖ വരച്ചുകൊണ്ടുള്ള സർക്കാർ
തികച്ചും ജനാധിപത്യ രീതിയിലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അത് വിജയിച്ചിരിക്കുകയാണ്, ഈ സർക്കാരിന്റെ നയം വിജയിച്ചിരിക്കുകയാണ്. കാരണം ഈ 10, 50, 60, 70 വർഷമായി പരിഹരിക്കാൻ പറ്റാത്ത കാശ്മീർ പ്രശ്നമാണ് പരിഹരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ അംഗീകരിച്ചേ പറ്റൂ. നയം കറക്റ്റാണ്, ശരിയായ ദിശയിലൂടെയാണ് ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത് സത്യമാണ്.